അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് സമയത്തിന് ഭക്ഷണവും മരുന്നും കൊടുത്ത് ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ 2 ദിവസം അവൻ അവളെ നോക്കി. അവന്റെ ശുശ്രൂഷയുടെ ഫലമായി അവളുടെ ശരീരവേദന പെട്ടെന്ന് തന്നെ കുറഞ്ഞു. അവൾ എണീറ്റ് നടക്കാനും സ്വന്തം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനും തുടങ്ങി. ഈ 2 ദിവസങ്ങളിൽ അവൾ അവന്റെ സ്വഭാവം നോക്കി കാണുകയായിരുന്നു. ഹോസ്പിറ്റലിലെ കർക്കശക്കാരനായ ഡോക്ടറെ കണ്ട് ശീലിച്ച കാന്തിക്ക് ഭർത്താവിൽ നിന്നും തനിക്ക് കിട്ടിയ സ്നേഹവും പരിചരണവുമെല്ലാം പുതുമയുള്ളതായിരുന്നു. അവൾ അതെല്ലാം ആസ്വദിക്കുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം തന്നെ അവർ സാന്താക്ലോസ് വില്ലേജിന്റെ ഉള്ളിലേക്ക് കയറി. ഏതോ ഒരു സ്വർഗലോകത്തെത്തിയ അവസ്ഥയിലായിരുന്നു കാന്തി അപ്പോൾ. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് മഹാദേവൻ. സാന്താ ഷോ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ. റെഡും വൈറ്റും ധരിച്ച മാലാകമാരെ പോലെ തോന്നിക്കുന്ന സ്ത്രീകളുടെ ഷോയായിരുന്നു അത്. അതിനുള്ളിലെ കാഴ്ചകൾ മുഴുവൻ കാന്തിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. ജീവനുള്ള സാന്താക്ലോസിനെ കണ്ടതും അവളുടെ കണ്ണുകൾ തള്ളിപ്പോയി. ശരിക്കും ഫോട്ടോയിൽ കാണുന്ന അതേ സാന്താക്ലോസ് ജീവനോടെ ഇരുന്ന് അവരോട് സംസാരിക്കുന്നു, അതും ഇംഗ്ലീഷിൽ. ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ സാന്താക്ലോസ് അവരെ അനുഗ്രഹിച്ചു. സാന്താക്ലോസുമായി സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തു. അവിടുന്ന് തന്നെ മറ്റൊരു വണ്ടിയിൽ ഒരുപാട് വാതിലുകളാൽ തുറക്കപ്പെട്ട ഒരു സ്വർഗത്തിലേക്ക് അവർ യാത്ര ചെയ്തു. എങ്ങും മഞ്ഞാൽ മൂടപ്പെട്ടിരുന്നു. അവിടെ മൊത്തം റെയിൻഡിയറുകളുടെ പ്രതിമകളുടെ കൂട്ടമായിരുന്നു. സ്വർഗത്തിലൂടെ യാത്ര ചെയ്യുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. അതിനുശേഷം സാന്താക്ലോസ് പോസ്റ്റ് ഓഫീസിലേക്കാണ് അവർ പോയത്. കാന്തി അവളുടെ ഫാമിലിക്കും മഹാദേവൻ അവന്റെ ഫാമിലിക്കും ഓരോ ക്രിസ്മസ് കാർഡുകൾ വീതം എഴുതി പോസ്റ്റ് ചെയ്തു. ആർട്ടിക് സർക്കിൾ മറികടന്നതിന് ശേഷം സത്യത്തിൽ കാന്തിയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. എന്താടോ, താൻ കരയുകയാണോ? അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണ് സർ. ഈ ലോകത്ത് വെറുതെ ജനിച്ചു മരിച്ചതുകൊണ്ടായില്ല. ഇവിടേക്ക് വരാൻ പറ്റിയത് തന്നെ എന്റെ ഭാഗ്യമാണ്. തനി സ്വർഗം, അവൾ അത്ഭുതത്തോടെ പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ടതും അവൻ അവളെ ചേർത്തു പിടിച്ചു. അന്നു തന്നെ അവർ ആ കോട്ടേജിനോട് വിട പറഞ്ഞു. പിന്നീട് അവർ പോയത് ഹസ്കി റൈഡിനായിരുന്നു. ഹസ്കി റൈഡിനു മുമ്പ് കട്ടികൂടിയ 2 വസ്ത്രങ്ങൾ അവർ ധരിച്ചു. ചൂടു വൈൻ എന്ന് തോന്നിപ്പിക്കുന്ന സ്വാദിഷ്ടമായ ഒരു പാനീയം അവർ കുടിച്ചു. ചെറിയ വലിച്ചുകൊണ്ടു പോകുന്ന വണ്ടി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വസ്തുവിൽ ധാരാളം നായ്ക്കളെ കെട്ടിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിലിരുന്നാണ് യാത്ര. നായ്ക്കളെ കണ്ടതും കാന്തിക്ക് പേടിയായി. അവൾക്ക് പേടിയാണെന്ന് മനസ്സിലാക്കിയതും അവൻ അവളെ തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു പൊതിഞ്ഞിരുന്നു. നായ്ക്കൾ ഓടുന്നതിനനുസരിച്ച് വണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. നായ്ക്കൾ വലിക്കുന്ന ആ വാഹനം വളരെ സ്പീഡിലാണ് ആ മഞ്ഞിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സമയങ്ങളിലെല്ലാം അവൾ ഭയപ്പെട്ടുവെങ്കിലും അവന്റെ ശരീരത്തോട് ഒട്ടിയിരിക്കുന്നത് കൊണ്ട് തനിക്ക് ആപത്തൊന്നും സംഭവിക്കില്ല എന്ന തോന്നൽ അവൾക്കുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത യാത്ര, അതും അവന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു കൊണ്ടുള്ള സന്തോഷകരമായ യാത്രയായിരുന്നു അത്. ഏകദേശം 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതായിരുന്നു ഹസ്കി റൈഡ്. ആ റൈഡിന് ശേഷം കാന്തി വളരെയധികം ക്ഷീണിതയായിരുന്നു. റൈഡ് കഴിഞ്ഞപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. അന്ന് അവർ താമസിക്കുന്നത് ഗ്ലാസ് ഇഗ്ലു ഹൗസിലാണ്. ഗ്ലാസാൽ നിർമ്മിക്കപ്പെട്ട ഇഗ്ലുവിന്റെ ഷേപ്പിലുള്ള ഒരു ചെറിയ കൂടാരം. അവിടെ കിടന്നാൽ ആകാശത്തെ നക്ഷത്രങ്ങളും ഒറേറ ലൈറ്റുമൊക്കെ കാണാം. ചിത്രത്തിൽ മാത്രം കണ്ടിട്ടുള്ള ഇഗ്ലു ഹൗസിന്റെ ഉൾവശം കണ്ടതും മറ്റേതോ ലോകത്തെത്തിയതുപോലെ അവൾക്ക് തോന്നി. ഇഷ്ടപ്പെട്ടോ എന്റെ പെണ്ണിനെ ഈ ഇഗ്ലു ഹൗസ്? അവളുടെ ചെവിയോട് മുഖമടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അതിനു മറുപടി എന്നോണം അവൾ സന്തോഷത്തോടെ ഒന്ന് മൂളി. ഹണിമൂൺ കോട്ടേജ് ഒക്കെ എടുത്തത് വെറുതെ ആയിടോ. എന്നാൽ ഈ ഇഗ്ലു ഹൗസിൽ വെച്ച് നമുക്ക് നമ്മുടെ ആദ്യരാത്രി ആഘോഷിച്ചാലോ? അവന്റെ വാക്കുകൾ കേട്ടതും ഉമിനീർ ഇറക്കിക്കൊണ്ട് അല്പം പേടിയോടെ അവൾ അവനെ നോക്കി. എന്താടോ, എന്തിനാ താൻ ഇത്രമാത്രം പേടിക്കുന്നത്? ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ശരിക്കും പുതിയ ജീവിതം തുടങ്ങേണ്ടത്. ഈ പ്രകൃതിയെ സാക്ഷിയാക്കി ഈ പച്ച നിറത്തിലുള്ള ഒറേറ ലൈറ്റും കണ്ട് നമുക്ക് നമ്മുടെ സന്തോഷം പങ്കുവെച്ച് നമുക്ക് ഒന്നായിക്കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തു. ദീർഘമായ ചുംബനമായിരുന്നു അത്. ആ ദീർഘമായ ചുംബനം അവളുടെ ചുണ്ടുകളെ ചുവപ്പിച്ചു. ശ്വാസം വിലങ്ങിയപ്പോൾ അവൾ അവനെ തള്ളി മാറ്റി. അയ്യോ, എന്റെ ചുണ്ട് നീറുന്നു, അവൾ അല്പം പരിഭവത്തോടെ പറഞ്ഞു. ഇതല്ലേ പെണ്ണെ ഹണിമൂൺ. ഈ സമയത്ത് ചെറിയ നീറ്റലും വേദനയും ഒക്കെ ഉണ്ടാകും. ഇതൊക്കെ സുഖമുള്ളൊരു വേദനയല്ലേ? ചോര പൊടിഞ്ഞ അവളുടെ ചുണ്ടുകളെ അവൻ പിന്നെയും സ്വന്തമാക്കി. മേൽചുണ്ടും കീഴ്ചുണ്ടും അവൻ പിന്നെയും ആവേശത്തോടെ ശക്തിയായി നുണഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ചുണ്ടുകളിൽ നിന്നും കൂടുതൽ രക്തം പുറത്തേക്ക് വരാൻ തുടങ്ങി. ആ രക്തത്തുള്ളികളെയും അവൻ വലിച്ചെടുത്തു കുടിച്ചു. വേദന സഹിക്കാൻ കഴിയാതെയായപ്പോൾ അവൾ അവനെ ബലമായി പിന്നിലേക്കുന്തി. ആ ഉന്തലിൽ അവൻ പുറകിലേക്ക് ഒന്ന് വേച്ചുപോയി. അയ്യോ, എന്റെ ഈ ചുണ്ട് വെച്ച് ഞാൻ നാളെ എങ്ങനെ മനുഷ്യരുടെ മുഖത്തു നോക്കും? ഇതാണോ സാറേ റൊമാൻസ്?
ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു റൊമാൻസും എനിക്ക് വേണ്ട. വേദന കൊണ്ട് കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇതൊക്കെയാണോ പെണ്ണെ ഒരു വേദന? സത്യത്തിൽ നീ ഇതൊന്നും ആസ്വദിക്കുന്നില്ലേ? നീ ഒട്ടും റൊമാൻറ്റിക് അല്ല. സാധാരണ ഒരു ചെറിയ വേദന സ്ത്രീകൾ ആസ്വദിക്കാറാണ് പതിവ്. നിനക്കിതൊന്നും ആസ്വദിക്കാൻ കഴിയാത്തതിന്റെ കാരണം ഞാൻ പറയട്ടെ. നീ ഇപ്പോഴും എന്നെ പ്രണയിക്കുന്നില്ല. അവളുടെ കണ്ണിലേക്ക് തീക്ഷ്ണമായി നോക്കിക്കൊണ്ട് അവൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. പിന്നെ പാർട്ട്ണറുടെ ചുണ്ട് കടിച്ചു പറിച്ച് രക്തം വരുത്തിയാണല്ലോ പ്രണയിക്കുന്നത്. അവൾ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയില്ലല്ലോ. പ്രണയിച്ചു തുടങ്ങുന്നതല്ലേ ഉള്ളൂ, കാന്തി പറഞ്ഞു. ഓ, മൂടുപോയി. ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരാളുമായി എങ്ങനെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനാണ് എന്റെ ദൈവമേ എന്നൊക്കെ ചിന്തിച്ച് അവൻ അവളെ ദയനീയമായി ഒന്ന് നോക്കി. എന്താ ഇങ്ങനെ നോക്കണേ? അവൾ അവന്റെ ദയനീയമായ നോട്ടം കണ്ടു ചോദിച്ചു. നത്തിങ്. എനിക്ക് തെറ്റുപറ്റിയോ എന്ന് ഞാനൊന്ന് ചിന്തിച്ചതാ, മഹാദേവൻ പറഞ്ഞു. തെറ്റോ? എന്ത് തെറ്റ്? കാന്തി ചോദിച്ചു. ഒന്നുമില്ല എന്റെ മോളെ, ഈ രാത്രിയുടെ മനോഹാരിത നശിപ്പിക്കല്ലേ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കഴുത്തിലേക്ക് അവന്റെ മുഖം ചേർത്തു വെച്ചു. ഒരേങ്ങലോടെ 2 കൈകൊണ്ടും അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അവന്റെ നാവ് അവളുടെ കഴുത്തിലൂടെ അരിച്ചിറങ്ങി. കഴുത്ത് മുഴുവൻ വെള്ളത്താൽ കുതിർന്നിരുന്നു. പതിയെ അവളുടെ കഴുത്തിലെ ഓരോ അണുവും അവൻ ചുണ്ടാൽ നുകർന്നുകൊണ്ടിരുന്നു. അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ മാന്ത്രികത തീർത്തപ്പോൾ അവളിലെ പെണ്ണ് ഉണർന്നു തുടങ്ങിയത്. ജീവിതത്തിൽ ആദ്യമായി കിട്ടുന്ന ഒരു അനുഭൂതി. ആ സുഖത്തിൽ അവൾ അലിഞ്ഞില്ലാതായി. അവളിൽ നിന്നും ശീൽക്കാരനാദം പുറത്തു വരാൻ തുടങ്ങിയതും അവന്റെ ചുണ്ടിന്റെ കോണിൽ പുഞ്ചിരി വിരിഞ്ഞു. അപ്പോൾ തന്നെ അവളുടെ കഴുത്തിലെ ഞരമ്പിൽ അവൻ പതിയെ ഒന്ന് കടിച്ചു വിട്ടു. അവൻ കൊടുത്ത അനുഭൂതിയിൽ തളർന്നിരുന്ന അവൾ ആ വേദനയൊന്നും അറിഞ്ഞതേയില്ല. പിന്നെയും അവന്റെ പല്ലുകളും ചുണ്ടുകളും അവളുടെ കഴുത്തിനു വലം വെക്കാൻ തുടങ്ങി. ശരീരത്തിന് ഒട്ടും ഭാരമില്ലാതെ മറ്റൊരു ലോകത്തായിരുന്നു അവൾ. അവന്റെ ചുണ്ടുകൾ കഴുത്തിൽ നിന്നും അവളുടെ മാറിടത്തിലേക്ക് അരിച്ചിറങ്ങി. അവിടെ അവൻ അമർത്തിക്കടിച്ചതും മറ്റൊരു ലോകത്തായിരുന്ന അവൾ വേദനയാൽ ഞെട്ടിയുണർന്നു. അപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് തന്റെ ശരീരത്തിൽ ഒരു നൂൽ വസ്ത്രം പോലും ഇല്ല എന്ന്. ശരീരത്തിൽ അവൻ കെട്ടിയ താലി പോലുമില്ല. എല്ലാ ആഭരണങ്ങളും വസ്ത്രങ്ങളും അവൻ അഴിച്ചു മാറ്റിയിരുന്നു. പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ കടിയുടെ വേദന സഹിക്കാൻ കഴിയാതെ അവൾ ഉറക്കെ നിലവിളിച്ചു. അവൻ അപ്പോൾ തന്നെ മരുന്നുപോലെ അവളുടെ മാറിടത്തെ നുണഞ്ഞുകൊണ്ടിരുന്നു. ഒരേ സമയം വേദനയും സുഖവും അവൻ അവൾക്ക് നൽകിക്കൊണ്ടിരുന്നു. ആ സുഖം കൊണ്ട് തന്നെ അവളുടെ കഴുത്തും മാറിടവും അവന്റെ ഉമിനീരാൽ കുതിർന്നിരുന്നു. അവന്റെ ചുണ്ടുകൾ അവളുടെ അണിവയറിലേക്ക് അരിച്ചിറങ്ങിയതും അവളുടെ ശരീരം മുഴുവൻ കോരി തരിച്ചുപോയി. അവൾ അവന്റെ തലമുടിയിൽ കോരുത്തു വലിച്ചു. വികാരത്തിന്റെ അണ പൊട്ടിയൊഴുകിയപ്പോൾ അവളിൽ നിന്നും ശീൽക്കാര ശബ്ദങ്ങൾ ഉയർന്നു വന്നു. അത് അവനിൽ പിന്നെയും ആവേശമുണർത്തി. അവളുടെ നാഭിച്ചുഴിയിലേക്ക് നാവിറക്കി അവൻ അതിന്റെ ആഴമളന്നു. നിർവചിക്കാൻ കഴിയാത്ത സുഖമുള്ള ഒരു വികാരത്തിലൂടെ അവളെ അവൻ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി. വെണ്ണ പോലുള്ള അവളുടെ അണിവയറിൽ പല്ലുകളും നാവും ഉപയോഗിച്ച് അവൻ മാന്ത്രികത തീർത്തു. ശരീരമാകെ അവൻ നൽകിയ പരമാനന്ദ രസത്തിൽ അലിഞ്ഞു ചേർന്നതിനാൽ അവൻ നൽകുന്ന ചെറിയ വേദനകളൊന്നും അവൾ അറിഞ്ഞതേയില്ല. അവളിൽ നിന്നുള്ള ശീൽക്കാരനാദം അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവളുടെ ശരീരം മുഴുവൻ അവന്റെ പല്ലുകളും ചുണ്ടുകളും ഒഴുകി നടന്നു. ഒരു കത്തി കുത്തിയിറങ്ങുന്ന ശക്തമായ വേദനയാണ് അവളെ ആ വികാരത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത്. അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങും തോറും അവൾ വേദന കൊണ്ട് പുളഞ്ഞു. അയ്യോ സാർ, എനിക്ക് പറ്റില്ല, എനിക്ക് ഈ വേദന താങ്ങാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ എണ്ണിപ്പറക്കി കരയാൻ തുടങ്ങി. വേദന കൊണ്ട് നിറഞ്ഞൊഴുകിയ അവളുടെ കണ്ണുകൾ കണ്ടതും നിരാശയോടെ അവൻ അവളിൽ നിന്നും അകന്നു മാറി. ഇതൊന്നും ശരിയാകുമെന്ന് തോന്നുന്നില്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ അല്പം നീങ്ങിക്കിടന്നു. അയ്യോ, എന്തു വേദനയാ! ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്, സാറിന് അറിയാഞ്ഞിട്ടാ, അവൾ എരിവ് വലിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, നിനക്കിത്ര അറിവുണ്ടായിരുന്നോ? എന്നാൽ പറ, ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഒന്നുമല്ലെങ്കിലും നീ ഒരു നേഴ്സല്ലേ, പറ, അവൻ അല്പം ഗൗരവത്തോടെ അവളോട് ചോദിച്ചു. അത് പിന്നെ, ഇത്ര വേദന എടുത്തുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ? കാന്തി പറഞ്ഞു. പ്രായം 25 കഴിഞ്ഞില്ലേ, അല്ലാതെ നിനക്ക് പ്രായം 18 അല്ലല്ലോ. അല്ല, നിന്റെ സംസാരം കേട്ടാൽ തോന്നും ഒന്നും അറിയാത്ത ചെറിയ പെൺകുട്ടിയാണെന്ന്. ഇങ്ങനെയൊക്കെ തന്നെയാണ് തുടക്കത്തിൽ എല്ലാവരും ബന്ധപ്പെടുന്നത്. ആദ്യം ചെറിയ വേദനയൊക്കെ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. നീ വിവാഹം കഴിഞ്ഞ് ആരോട് വേണമെങ്കിലും ചോദിച്ചോ, ആദ്യമൊക്കെ അല്പം പ്രയാസമൊക്കെ ഉണ്ടാകും, പിന്നീട് അത് ശരിയായി വരും. നമുക്ക് മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അവൻ അവളെ ഉപദേശിക്കാൻ ശ്രമിച്ചു. ഇതിൽ സ്ത്രീകൾക്ക് മാത്രമേ വേദനയുള്ളൂ. ഇത്ര വേദനയുണ്ടാകുമെന്ന് മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കല്യാണമേ കഴിക്കില്ലായിരുന്നു.
സർ പ്ലീസ്, ഈ വേദന സഹിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. എന്റെ അടിവയറിന് താഴെ നീറിപ്പുകയുകയാണ്, കാന്തി പറഞ്ഞു. അത്രയ്ക്കധികം വേദനയുണ്ടോ? അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു. പിന്നല്ലാതെ, ജീവൻ പോകുന്ന വേദനയുണ്ട്, അവൾ അവനെ നോക്കി സങ്കടത്തോടെ പറഞ്ഞു. അതെ, ഞാനൊരു ഡോക്ടറാണ്. നീ എന്നെ പറഞ്ഞു പറ്റിക്കല്ലേ. നിനക്ക് അത്യാവശ്യത്തിന് ലൂബ്രിക്കേഷൻസ് ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത്രയും അധികം വേദന എടുക്കുന്നത്? വേദനയില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ജീവൻ പോകുന്ന വേദനയൊന്നുമില്ല, അവൻ അവളോടായി പറഞ്ഞു. അവൾ ഒരു കള്ളച്ചിരിയോടെ മുഖം വെട്ടിച്ചു. അത് പിന്നെ അല്പം വേദനയുണ്ട്, പിന്നെ ഞാനൊന്ന് കേറ്റി പറഞ്ഞതാ. നമുക്ക് ഇന്ന് വേണ്ട സാർ, അവൾ അവളുടെ ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, എന്റെ കൺട്രോൾ മൊത്തം പോയി കിടക്കുകയാണ് പെണ്ണെ. എനിക്കിപ്പോൾ തന്നെ നിന്നിലെ പെണ്ണിനെ അറിയണം. കാന്തി പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ശരീരത്തിലേക്ക് അമർന്നു. അവൾക്ക് പിന്നെ എതിർക്കാനൊന്നും കഴിഞ്ഞില്ല. അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിന് ചുറ്റും മാന്ത്രികത സൃഷ്ടിച്ചപ്പോൾ അവളുടെ വേദനയെല്ലാം പതുക്കെ അലിഞ്ഞില്ലാതായി. അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. അപ്പോൾ തന്നെ അവളുടെ ആഴങ്ങളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. അവൻ നൽകിക്കൊണ്ടിരുന്ന രസത്തിൽ ലയിച്ചു പോയതിനാൽ അവൻ നൽകുന്ന ചെറിയ വേദനകളൊന്നും അവൾ അറിഞ്ഞതേയില്ല. ആ കൊടും തണുപ്പിലും അവരുടെ ശരീരം വിയർക്കാൻ തുടങ്ങി. അവളുടെ ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് അവൻ അവളിലെ പെണ്ണിനെ അറിഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം അവൻ അവളുടെ മാറിടത്തിലേക്ക് തളർന്നു വീണു. അവൻ നൽകിയ വേദന നിറഞ്ഞ സുഖത്തിൽ ലയിച്ചവൾ പതിയെ ഉറക്കത്തെ പുലുകി. അവളിൽ നിന്നു അകന്നു മാറിയ അവൻ ഒരു പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ച ശേഷം ബാത്റൂമിലേക്ക് പോയി. ഒന്ന് ഫ്രഷായി പുറത്തിറങ്ങിയ ശേഷം ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ തളർന്നു കിടന്നുറങ്ങുന്നവളെ അല്പസമയം അവൻ നോക്കി നിന്നു. പിന്നീട് ഫോൺ എടുത്ത് ഇഗ്ലൂ ഹൗസിന്റെ പുറത്തേക്ക് ഇറങ്ങി. ഫോണിൽ ആരെയോ വിളിച്ചു. എന്തായി മോനെ, നീ അവളെ നേടിയോ? യെസ്. തന്റെ ശത്രുവാണെന്നറിയാതെ അവൾക്ക് വിലപ്പെട്ടതെല്ലാം അവൾ എന്റെ കാൽ കീഴിൽ വെച്ചു തന്നു. അല്ല, ഞാൻ പിടിച്ചു വാങ്ങി എന്ന് പറയുന്നതായിരിക്കും ശരി, ക്രൂരത നിറഞ്ഞ ചിരിയോടെ അവൻ പറഞ്ഞു. അവൻ ആ സമയം ഒരു ചെകുത്താനായി മാറിക്കഴിഞ്ഞിരുന്നു.